കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിന് അമളി പറ്റിയതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞു നിർത്തിയത്. അൽ ബക്കറയിലെ 205, 206 വാക്യങ്ങളാണ് നമ്മൾ അവസാനം ചർച്ച ചെയ്തത്. ആ വാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു: അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും കൃഷി നശിപ്പിക്കാനും ജീവനെടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് അവരോടാരെങ്കിലും പറഞ്ഞാൽ ദുരഭിമാനം അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുന്നു. അവർക്ക് നരകം തന്നെ മതി, അതെത്ര മോശമായ മെത്ത. ഇത് ഒരാൾ നബിയെ വന്ന് കബളിപ്പിച്ച് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ അയാളെക്കുറിച്ച് പറഞ്ഞതാണ്. അവിടെ കബളിപ്പിക്കാൻ വന്നപ്പോൾ അയാളുടെ വാചകമടി കേട്ട് അതിലാകൃഷ്ടനായ നബി അയാളെ പ്രോത്സാഹിപ്പിക്കുകയും അയാൾക്ക് അനുകൂലമായി നിൽക്കുകയും ഒക്കെ ചെയ്ത് അവസാനം നബിയെയും മറ്റുള്ളവരെയും മുസ്ലിങ്ങളെയും കബളിപ്പിച്ച് അയാൾ വലിയ അക്രമം നടത്തിയപ്പോഴാണ് അള്ളാഹുവിന് നേരം വെളുത്തത്. അപ്പോഴാണ് അള്ളാഹു അയാൾക്കെതിരെ ഈ ആയത്തിറക്കിയത്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയാണ് അടുത്ത വാക്യം 207. വേറെ ചില ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നു. അള്ളാഹു തൻ്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു. ഇത് അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദിൻ്റെ കൂടെ പോകുന്ന ചില ആളുകൾ മക്കയിലും വഴിയാത്രയിലുമൊക്കെ കുറേ പീഡനങ്ങളും യാതനകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് എന്ന് അഭിപ്രായമുണ്ട്. അതല്ല, സുഹൈബ് എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് സബബുൻ നുസൂലിലൊക്കെ കാണുന്നത്. സുഹൈബ് എന്ന് പറയുന്ന ആൾ കുറച്ച് പ്രായമുള്ള ആളായിരുന്നു. അയാൾ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അയാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരാൻ ശ്രമിച്ചപ്പോൾ മക്കയിലെ ആളുകൾ അയാളെ തടഞ്ഞു വെച്ചപ്പോൾ അയാൾ, നിങ്ങൾ എന്തിനാണ് എന്നെ തടഞ്ഞു വെക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്വത്തും എൻ്റെ കൈവശമുള്ള സ്വത്തൊക്കെ ഞാൻ തരാം, എന്നെ വിട്ടയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അയാളെ വിട്ടയച്ചു. മക്കയിൽ അയാൾക്കുണ്ടായിരുന്ന സ്വത്തുക്കളെന്തോ ഉണ്ടായിരുന്നു, അത് മക്കാർ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം സ്വത്ത് പോലും ത്യജിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ പോന്ന ഒരാൾ എന്ന നിലക്ക് ശുഐബിനെ ഉദ്ദേശിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് സബബുൻ നുസൂലിൽ പറയുന്നത്. അതുകൂടാതെ അമ്മാർ, യാസിർ, സുമയ്യ, ബിലാൽ, കബ്ബാബ് തുടങ്ങി പലരുടെയും പേര് പറയുന്നുണ്ട്. ചില വ്യാഖ്യാതാക്കൾ ഇത് അലിയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഷിയാക്കളായിരിക്കാം. കാരണം അലി മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ പറഞ്ഞത്. സ്വന്തം ജീവനും ജീവിതവും വിൽക്കുന്നവർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ഇനി 208, സത്യവിശ്വാസികളെ നിങ്ങൾ പരിപൂർണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക, ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നാണ്. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. ജൂതന്മാരായ അബ്ദുല്ലാ ഇബ്നു സലാമും കുറച്ച് പേരും ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദിൻ്റെ കൂടെ വന്നിരുന്നു. അവർ പക്ഷേ നമ്മുടെ മാധവിക്കുട്ടി സുരയ്യയായിട്ട് ഇസ്ലാമിലേക്ക് വന്ന മാതിരിയാണ്. മാധവിക്കുട്ടി ശ്രീകൃഷ്ണനെയും ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്, അത് ഞാൻ വിടില്ല എന്ന് പറഞ്ഞ്. അതേപോലെ ഈ അബ്ദുല്ലാ ഇബ്നു സലാമും കൂട്ടരും ഇസ്ലാമിലേക്ക് വന്നുവെങ്കിലും അവരവരുടെ ജൂതമതത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും പൂർണ്ണമായിട്ട് കൈവെടിഞ്ഞിരുന്നില്ല. അവർ ശനിയാഴ്ച ആയാൽ ശബ്ബത്തിന് പോകും. അതുപോലെ തന്നെ അവർ ഒട്ടകത്തിൻ്റെ പാലും ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊന്നും ഭക്ഷണമായിട്ട് കഴിക്കില്ല. കാരണം ജൂതന്മാർക്ക് അതൊക്കെ നിഷിദ്ധമായിരുന്നു. അപ്പോൾ ജൂതന്മാരുടെ ഭക്ഷണ രീതി തുടരുകയും ജൂതന്മാരുടെ ആരാധന തുടരുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് മുഹമ്മദിൻ്റെ കൂടെ ഇസ്ലാം ആവുകയും ചെയ്തു. ഈ 2 തോണിയിലും കൂടെ കാലിടാൻ പറ്റൂല എന്നാണ് ഈ 208 ആയത്തിലൂടെ അള്ളാഹു അവരോട് പറയുന്നത്. ഒരു തോണി പിശാചിൻ്റെയാണ്, മറ്റേ തോണി അള്ളാഹിൻ്റെയാണ്. അതാണ് ഇവിടെ. സത്യവിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. വാഹിദിയുടെ തഫ്സീറിൽ ഇതിൻ്റെ സബബുൻ നുസൂൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ദാറ്റ് ഹി സെഡ്, ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് അബ്ദുല്ലാ ഇബ്നു സലാം ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് വെൻ ദേ ബിലീവ്ഡ് ഇൻ ദ പ്രോഫറ്റ് ദേ ഒബ്സർവ്ഡ് ദി ലോസ് that he brought forth while still observing the laws of Moses. They observed the Sabbath and shunned the meat and milk of camels after they embraced Islam. Some Muslims reproached them for this, but they defended themselves by saying that they could observe both. They said to the Prophet,
The Torah is the book of Allah, so let us observe its teachings. Allah then revealed this verse. അപ്പോൾ തോറയും അള്ളാഹുവിൻ്റെ കിതാബ് തന്നെയാണ്, ജൂതമതവും അള്ളാഹുവിൻ്റെ മതം തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ മതവും അനുസരിക്കും ഈ മതവും അനുസരിക്കും എന്നിവർ മുസ്ലിങ്ങളുമായിട്ട് തർക്കിക്കുമ്പോൾ പറയുകയും അക്കാര്യം മുസ്ലിങ്ങളായ ആൾക്കാർ നബിയോട് വന്ന് പറയുകയും ചെയ്തപ്പോൾ അള്ളാഹു വിവരമറിഞ്ഞു. അള്ളാഹു ഇതിലിടപെട്ടു. അങ്ങനെ രണ്ട് തോണിയിലും കാലിട്ട് വേണ്ട, മറ്റേത് പിശാചിൻ്റെ തോണിയാണ്, ഇതിലേക്ക് മാത്രമായിട്ട് പോരുന്നെങ്കിൽ പോന്നാൽ മതി എന്ന് ആയത്തിറക്കി. ഇതാണ് 208 പശ്ചാത്തലമായിട്ട് പറയുന്നത്. ഇവിടെ തോറ അള്ളാഹുവിൻ്റെ കിതാബായിട്ടും തോറയിൽ പറയുന്ന ശബ്ബത്തും തോറയിൽ പറയുന്ന ശരീഅത്ത് നിയമങ്ങളൊക്കെ പിശാചിൻ്റെ നിയമങ്ങളും ആയി മാറി എന്നാണ് ഇവിടെ പറയുന്ന കോമഡി. അള്ളാഹു ഇറക്കിയ കിതാബാണ് തോറ, അള്ളാഹു ഇറക്കിയ മതമാണ് ജൂതമതം, അള്ളാഹു തന്നെ നിർദ്ദേശിച്ചതാണ് ആ മതത്തിലെ നിയമങ്ങൾ. അതും ശരിയാണ് ഇതും ശരിയാണ് എന്ന് അവർ പറയുമ്പോൾ ഈ രണ്ട് മതം കൂടെ ഒന്നിച്ച് ചേരുകയാണെങ്കിൽ അവർ പറഞ്ഞത് വളരെ ന്യായമാണ്. പക്ഷേ അതൊന്നും അള്ളാഹ്ക്ക് പറ്റില്ല. അള്ളാഹുവിൻ്റെ തന്നെ മതത്തെ പിശാചിൻ്റെ മതമാക്കി മാറ്റി എന്ന് വെച്ചാൽ അള്ളാഹു തന്നെ സ്വയം പിശാചായിട്ട് മാറി. ഞാൻ ഇത്രയും കാലം പിശാചായിരുന്നു, ഇതുവരെ ഞാൻ പറഞ്ഞതും കൊടുത്തയച്ചതൊക്കെ പിശാചിൻ്റെയാണ്, അതുകൊണ്ട് ഇനി അത് പറ്റൂല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇവിടെയാണ് ഞാൻ വിശ്വാസികളായ ആളുകളോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. കാരണം ഈ മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ പുതിയ മതം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റേതാകുമോ അതോ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് കൊണ്ടുവന്ന് ഇറക്കിയതായിരിക്കുമോ എന്ന് ബലമായിട്ടും സംശയിച്ചുകൂടെ എന്ന് വിശ്വാസികളോട് ഞാൻ ചോദിക്കുകയാണ്. നമുക്കങ്ങനത്തെ സംശയമൊന്നുമില്ല, വിശ്വാസികൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. കാരണം അള്ളാഹു സ്വന്തം മതത്തെ, അള്ളാഹു തന്നെ സ്വയം കൊടുത്തയച്ച കിതാബിനെ, അള്ളാഹു തന്നെ സ്വയം നടപ്പിലാക്കിയ മതനിയമത്തെക്കുറിച്ചാണ് ഇവിടെ പിശാചിൻ്റെ കാലടികൾ പിന്തുടരുക എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എത്രമാത്രം യുക്തിഹീനമാണ് ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് ആലോചിച്ച് നോക്കുക, തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ. അടുത്തത് 209. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷവും നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു പ്രതാപിയും യുക്തിവാനുമാണ് എന്ന്. പിശാചിൻ്റെ തോണിയിലും അള്ളാഹിൻ്റെ തോണിയിലും കൂടെ കാൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ജൂതന്മാരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തുടർന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ് അള്ളാഹു. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയിട്ടും നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു പ്രതാപിയും യുക്തിവാനുമാണ്, അള്ളാഹു നിങ്ങൾക്കിട്ട് പണി തരും എന്നാണ് ഭീഷണി. എന്ത് വ്യക്തമായ തെളിവാണ് ഇവിടെ ഇവർക്ക് കിട്ടിയത്? ജൂതന്മാർക്ക് എന്ത് തെളിവാണ് കിട്ടിയത്? മുശ്രിക്കുകൾക്ക് എന്ത് തെളിവാണ് കിട്ടിയത്? മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർക്ക് എന്ത് തെളിവാണ് കിട്ടിയത്? എന്ത് തെളിവ് കിട്ടിയിട്ടാണ് മുഹമ്മദിൻ്റെ കൂടെ ആളുകൾ കൂടിയത്? ഇതൊക്കെ നമ്മൾ മുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. തെളിവ് ചോദിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ പിന്നാലെ നിരന്തരം നടക്കുകയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ ജൂതന്മാരും ഒക്കെ. മുഹമ്മദ് തന്നെ മുൻ പ്രവാചകന്മാർ കാണിച്ചു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് താൻ പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് അവരാവശ്യപ്പെട്ടിരുന്നത്. അതിൽ ഒരു നിസ്സാരമായ തെളിവ് പോലും, ഒരു ചെറിയ തുക്കട മാജിക്ക് പോലും കാണിച്ചു കൊടുക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല. അതിനൊന്നുള്ള അറിവ് മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കക്കാർ മുഹമ്മദിനെ തിരസ്കരിച്ചതുപോലെ തന്നെ മദീനയിലെ ജൂതന്മാരും തിരസ്കരിച്ചു. ജൂതന്മാർ തെളിവ് ചോദിക്കുക മാത്രമല്ല, മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് മുഹമ്മദിനെ അവർ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക കൂടി ചെയ്തു. അവരുടെ വേദഗ്രന്ഥത്തിലും മറ്റും പറയുന്ന കഥകളെക്കുറിച്ചും മറ്റും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിന് അറിവുണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദിന് പുറത്തുനിന്ന് എവിടെയെങ്കിലും അറിവ് കിട്ടുന്നുണ്ടോ എന്ന് അവർ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിലും മുഹമ്മദ് ദയനീയമായി പരാജയപ്പെടുകയും വെള്ളം കുടിക്കുകയും നാണം കെടുകയും ചെയ്തതാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയ എന്ന് വീമ്പ് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിക്കൊന്നും യാതൊരു അർത്ഥവും ഇല്ല. 210. മേഘമേലാപ്പിൽ അള്ളാഹുവും മലക്കുകളും അവരുടെ അടുത്ത് വരികയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമാണോ അവർ കാത്തിരിക്കുന്നത്? എന്നാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിങ്കിലേക്കാകുന്നു മടക്കപ്പെടുന്നത്. ഇത് ഭീഷണിയുടെ ഒരു ക്ലൈമാക്സാണ്. എന്താണ് ഈ മേഘമേലാപ്പിൽ അള്ളാഹുവും മലക്കുകളും ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ? അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഖുർആനിൽ പലയിടത്തും വ്യാഖ്യാനങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോകാവസാനമായാൽ അള്ളാഹു മലക്കളും കൂടെ മേഘത്തിലും കിട്ട് ഇറങ്ങി വരുന്നതാണ്. ഈ മേഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെയാണ് കിടക്കുന്നത്? വല്ല പിടിപാടും
ഇത് പറഞ്ഞ ചങ്ങാതിക്കുണ്ടായിരുന്നു. മേഘം എന്ന് പറഞ്ഞാൽ കൂട്ടരെ നമ്മുടെ ഭൂമിയിലുള്ള ഒരു സാധനമാണ്. നമ്മൾ വിമാനം പറത്തുന്ന ഉയരത്തിനും താഴെയാണ് ഈ മേഘങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ആ മേഘത്തിൽ നിന്നാണ് ഇവിടെ മഴ പെയ്യുന്നത്. പക്ഷെ താഴെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ആകാശത്താണ് മേഘം എന്ന് തോന്നും. മുഹമ്മദിന് അങ്ങനെയാണ് തോന്നിയത്. ഈ അള്ളാഹു കുത്തിയിരിക്കുന്ന 7ാം ആകാശത്തൊക്കെ മഴക്കാറാണ് എന്നും ആ മഴക്കാറിൽ അള്ളാഹു അവിടെ നിന്നിട്ട് ഇറങ്ങി വരുന്നു, മലക്കുകൾ ഇറങ്ങി വരും എന്നൊക്കെ കഥ പറയുമ്പോൾ ഈ ഭൂമിയെക്കുറിച്ച്, ഇതിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച്, മേഘങ്ങളെക്കുറിച്ച് ഒക്കെ എത്ര വലിയ അജ്ഞതയിലായിരുന്നു ഈ ആയത്തിറക്കിയ മനുഷ്യൻ എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഇതൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ചോൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത്. പടച്ചോൻ മഴക്കാറിൽ ഇറങ്ങി വരും അത്രേ, മലക്കുകളെയും കൂട്ടിയിട്ട് ലോകാവസാനം. അന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ആ ലോകാവസാനം പറഞ്ഞുകൊണ്ടും പരലോകത്തെ ശിക്ഷ പറഞ്ഞുകൊണ്ടും പേടിപ്പിക്കുകയാണ് ആരെ? ജൂതന്മാരെ. എന്തിന്? അള്ളാഹ് ഇറക്കിയ മതം തന്നെയാണ് മറ്റേതും, അതുപോലെ തന്നെയാണ് ഇതും, ഞങ്ങൾ രണ്ടിലും കൂടെ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞതിനാണ് ഇത്. അങ്ങനെ രണ്ടിലും കൂടെ നിങ്ങൾ വിശ്വസിക്കേണ്ട, അതൊക്കെ പിശാചിൻ്റെയാണ്, ഇതാണ് അള്ളാഹിൻ്റെയാണ്. അപ്പോൾ അള്ളാഹ് തന്നെയായിരുന്നു ഇതുവരെ പിശാചായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പിശാച് അള്ളാഹായിട്ട് ഒരു ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 211 ഇസ്രായേല്യരോട് നീ ചോദിച്ചു നോക്കുക, വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത് എന്ന്. തനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നു കിട്ടിയതിന് ശേഷവും വല്ലവനും അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഈ ഇസ്രായേല്യരോട് ചോദിച്ചു നോക്കാൻ പോയതിൻ്റെ അനുഭവങ്ങൾ അവിടെ ഉണ്ട്, മുഹമ്മദിൻ്റെ മുമ്പിലുണ്ട്, മക്കക്കാരുടെ മുമ്പിലുണ്ട്, ജൂതന്മാരുടെ മുമ്പിലുണ്ട്. ചോദിച്ചു നോക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ മുഹമ്മദ് ബബ്ബ അടിക്കുകയും വെള്ളം കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ കഥാപുസ്തകത്തിലുണ്ട്. ആ കഥകളാണ് മുഹമ്മദ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ട് എങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനാവുന്നത്? അവർക്ക് അവരുടെ പ്രവാചകന്മാർ ദൃഷ്ടാന്തം കാണിച്ചു എന്ന കഥ മുഹമ്മദ് പറഞ്ഞപ്പോൾ അതുപോലെ കാണിക്കുക എന്നാണ് മക്കക്കാർ ഇവരും ആവശ്യപ്പെട്ടത്. അതിന് മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അവിടെ ഒരു തെളിവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേല്യരും മക്കക്കാരും ഒക്കെ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത്. അവരെ പിന്നെയും മുഹമ്മദിൻ്റെ കയ്യിൽ ആകെ ഒരു ആയുധമുള്ളൂ. നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ശിക്ഷിക്കും, പുറമെ ഞാൻ അവിടെ നിന്നും ശിക്ഷിക്കും, മഴക്കാറിൽ ഞാൻ ഇറങ്ങി വരും, ആകാശം പൊട്ടിച്ച് നിങ്ങളെ തലയിൽ കൂടെ ഞാൻ എറിയും, നക്ഷത്രം പെറുക്കി എറിയും എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അല്ലാതെ ന്യായമായ ഒരു തെളിവും കാണിച്ചു കൊടുക്കാനോ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ മുഹമ്മദിനോ മുഹമ്മദിൻ്റെ അള്ളാഹുവിനോ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ നടക്കുകയാണ്. മക്കയിൽ 13 കൊല്ലം ഭീഷണിപ്പെടുത്തി, അത് തികയാതെ വന്നപ്പോൾ മദീനയിൽ വന്നിട്ടും അത് തന്നെയാണ് ഇവിടെ തുടരുന്നത്. 212 കാഫറുകൾക്ക് ഐഹിക ജീവിതം അലങ്കൃതമായി തോന്നിയിരിക്കുന്നു. സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരെക്കാൾ ഉന്നതന്മാർ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ കൊടുക്കുന്നതാണ്. മുഹമ്മദിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രവാസികളും ആശ്രിതരായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു. അടിമകളും പാവപ്പെട്ടവരൊക്കെ ആയിട്ടുള്ള കുറച്ച് പേരാണ് മുഹമ്മദിൻ്റെ കൂടെ കൂടിയത്. അതുകൊണ്ട് തന്നെ മക്കയിലെ പ്രമാണിമാരായ ഖുറൈശികൾ അതുതന്നെ ഒരു തെളിവായി കാണിച്ചുകൊണ്ട് അവരെയും മുഹമ്മദിനെയും പരിഹസിക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് ഈ പറയുന്നത് പോലെ ഈ മുഹമ്മദിൽ വിശ്വസിക്കാത്തവരൊക്കെ അള്ളാഹു ഇങ്ങനെ ഇവിടെ വെച്ച് ശിക്ഷിക്കുമെന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു, മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ദരിദ്രവാസികൾ കണ്ടില്ലേ ഇപ്പോഴും പട്ടിണി കിടക്കുന്നു എന്ന മട്ടിൽ അവരെ കളിയാക്കിയിരുന്നു. അങ്ങനെ കളിയാക്കിയപ്പോഴൊക്കെ മുഹമ്മദിന് വല്ലാത്ത അപകർഷതാബോധം തോന്നുകയും ആ സമയത്ത് എല്ലാം മുഹമ്മദ് ഈ കഥ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ വാരി ഉരുട്ടി കോരി തരും, അത് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നരകമായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കൂടെ വന്നവർക്കാണ് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇഹലോകത്ത് അള്ളാഹിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് അവിടെ വീണത് വിദ്യയാക്കിക്കൊണ്ട് പറയുന്ന ന്യായമാണ്. അതിൻ്റെ ആവർത്തനമാണ് ഇവിടെയും. ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: അബൂ ജഹൽ ആൻഡ് ഹിസ് എൻറ്റോറേജ് ദേ മേക്ക് എ ജസ്റ്റ് ഓഫ് ബിലീവേഴ്സ്. സൽമാൻ അൽ ഫാരിസി, ബിലാൽ ഇബ്നു റബാഹ, സുഹൈബ് അൽ റൂമി and their fellow believers because of their abject poverty. But those who ward off disbelief and ascribing partners to Allah, that is Salman and his fellow believers, will be above them in this world by having a strong argument against them, and also by having status and standing on the day of resurrection. Allah gives abundant wealth without stint, without faltering or affectation.
It is also said that he gives to whoever he wills in paradise without stint to whom he will. അപ്പോൾ അള്ളാഹു ഇവിടെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്തും ഇതൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്, പോരാത്തതിന് പരലോകത്തും കൊടുക്കും, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളിയാക്കിയ ഖുറൈശികളെ, പ്രമാണിമാരെ ചീത്ത പറയുന്നതാണ് ഇത്. 213. മനുഷ്യർ ഒറ്റ സമുദായമായിരുന്നു, അനന്തരം സന്തോഷവാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു. എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അതിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിൽ മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്ന് അവർ ഭിന്നിച്ചു പോകുന്നുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തൻ്റെ താൽപ്പര്യപ്രകാരം വിശ്വാസികൾക്ക് വഴി കാണിച്ചു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. അപ്പോൾ മനുഷ്യർ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒറ്റ സമുദായമാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പല സമുദായങ്ങളാക്കി എന്ന് വേറെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ബൈബിൾ കഥ അനുസരിച്ച് മനുഷ്യർ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ സമുദായമായിക്കൊണ്ട് ഇരിക്കെ മനുഷ്യർ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവർ തന്നെ തോൽപ്പിക്കുമെന്ന് തോന്നിയ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളയുകയും അതുമൂലം അവർ ഭിന്ന ഭാഷ സംസാരിക്കുന്നവരായിട്ട് ഭിന്നിച്ചു പോവുകയും ചെയ്തു എന്നൊരു കഥ പറയുന്നുണ്ട് ബൈബിളിൽ. ഖുർആനിൽ ആ കഥ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പറയുന്നത് മനുഷ്യർ പല സമുദായങ്ങളായിട്ട് ഭിന്നിച്ചു പോയി എന്നാണ്. ഭിന്നിച്ചത് അവർക്ക് ദൈവം കൊടുത്തയച്ച കിതാബിൻ്റെ പേരിലും ദൈവം ഉണ്ടാക്കിയ മതത്തിൻ്റെ പേരിലൊക്കെ തന്നെ ആയിപ്പോയി എന്നാണ് ഇവിടെ അള്ളാഹു പരിതപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ പരാജയമാണ്? അള്ളാഹുവിൻ്റെ പരാജയമല്ലേ? അള്ളാഹു തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ ഒരു സമുദായമായിട്ട് നിലനിർത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേ ഭാഷ നിലനിർത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേ കിതാബ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര ഫലം ചെയ്യുമായിരുന്നു. പക്ഷേ അവരൊക്കെ ആ കിതാബിൻ്റെ പേരിൽ തന്നെ ഭിന്നിച്ചു പോയി. വ്യക്തമായ തെളിവ് കൊടുത്തിട്ടും ഭിന്നിച്ചു പോയി, അഹങ്കാരം കൊണ്ടും അതുപോലുള്ള മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടും എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും വസ്തുതകളുമായി ഒരു നിലക്കും പൊരുത്തപ്പെടുന്നതല്ല. മനുഷ്യൻ ഇന്ന് മനുഷ്യനെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് നേടിയിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ കൺമുമ്പിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ തീർത്തും അസംബന്ധ ജടിലമായ വാദങ്ങളാണ് എന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ദൈവം മനുഷ്യൻ്റെ തുടക്കം മുതൽ, ആദ്യത്തെ മനുഷ്യൻ മുതൽ ഇങ്ങനെ മനുഷ്യരെ ഒരൊറ്റ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ ഭാഷയിലും ഓരോ സമുദായത്തിലേക്കും ഓരോ കാലത്തും പ്രവാചകന്മാരെ പ്രത്യേകം കിതാബുകളുമായിട്ട് അയച്ചു എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് ഒരു ലവലേശം തെളിവ് ലോകത്തെവിടെയുമില്ല. അങ്ങനെ ഒരു ദൈവം മനുഷ്യർക്ക് ഓരോ കാലത്ത് ഓരോ സമുദായത്തിലേക്ക് ഓരോ ഭാഷയിലും കിതാബ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. ഓരോ ഭാഷക്കാർക്കും പ്രത്യേക പ്രവാചകനുണ്ടെന്നും ഓരോ ഭാഷക്കാർക്കും കിതാബ് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് എന്നൊക്കെ ഈ ഖുർആനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മക്ക സൂറത്തുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടരെ ലോകത്ത് അതിൻ്റെ ഒരു പേജെങ്കിലും സംരക്ഷിക്കപ്പെടൂലേ? മുഴുവനായിട്ട് നഷ്ടപ്പെടുമോ? ഈ ദൈവം കൊടുത്തയച്ച ഏത് പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിൻ്റെ ഒരു മൂലയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും അവശേഷിക്കുന്നതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ ഈ മുഹമ്മദ് മക്കയിലും മദീനയിലും പറഞ്ഞ കഥയോട് സാമ്യമുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ഇങ്ങനെ പ്രവാചകന്മാരയച്ച് കിതാബ് അയച്ച് ഈ ഒരു ആശയം പഠിപ്പിക്കുന്ന ഏർപ്പാടുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അങ്ങനെ അയച്ച കിതാബുകളുടെ ഒരു അവശിഷ്ടമെങ്കിലും ലോകത്തെവിടെയെങ്കിലും കാണണ്ടേ? അങ്ങനെ വന്ന പ്രവാചകന്മാരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കഥ മനുഷ്യർക്കിടയിൽ ഉണ്ടാവണ്ടേ, നിലനിൽക്കണ്ടേ? അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പേരെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യന്മാരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിനൊന്നും ഒരു തെളിവുമില്ല. മുഹമ്മദ് അവിടെ പറഞ്ഞു എന്നതിനപ്പുറത്ത് ഈ അള്ളാഹുവിനൊരു തെളിവില്ല, കിതാബുകൾക്കൊരു തെളിവില്ല, പ്രവാചകന്മാരയച്ചു എന്നതിനൊരു തെളിവും ലോകത്തെവിടെയില്ല. അതേസമയത്ത് മുഹമ്മദ് ഈ കഥയൊക്കെ പറയുന്നത് മുഹമ്മദിന് കേട്ടുകേൾവിയുള്ള, മുഹമ്മദിന് നേരിട്ട് പരിചയമുള്ള ജൂതമതം, ക്രിസ്തുമതം എന്ന് പറയുന്ന രണ്ട് മതങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. പിന്നെ അതിൻ്റെ തുടർച്ചക്കാരനാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ടും മുഹമ്മദ് വന്നപ്പോൾ മൂന്നാമതൊരു മതം ഉണ്ടായി. ഈ മൂന്ന് മതങ്ങളുടെ മാത്രം കാര്യം എടുക്കുകയാണ് നോക്കുക. ജൂതമതത്തിൽ നിന്നാണ് ക്രിസ്തുമതം ഉണ്ടായത്. പക്ഷേ ക്രിസ്തു വന്നു എന്ന് പറയുന്നു, ക്രിസ്തുമതം വന്നു എന്ന് പറയുമ്പോഴും ജൂതന്മാർ കൂട്ടത്തോടെ ഈ ക്രിസ്തുമതത്തിലേക്ക് മാറിയിട്ടില്ല. കാരണം വന്ന ക്രിസ്തുവിനെ
ജൂതന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ക്രിസ്തു വരും എന്നതിന് അവരുടെ വേദഗ്രന്ഥത്തിലും അവരുടെ മതത്തിലും തെളിവുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു വരുന്നതോടുകൂടി അവർക്കൊക്കെ അത് ബോധ്യപ്പെടുകയും അവരെല്ലാവരും സ്വാഭാവികമായിട്ടും ആ മതത്തിലേക്ക് മാറുകയും ആ രണ്ട് മതം ഒന്നായി ചേരുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ജൂതമതത്തിൽ നിന്ന് ക്രിസ്തു മതം വന്നപ്പോൾ രണ്ട് മതമായിട്ട് അവർ തമ്മിൽ അടിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ജൂതമതവും ക്രിസ്തുമതവും നിലനിൽക്കെ മുഹമ്മദ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും തുടർച്ചക്കാരനാണ്, ഞാൻ വന്നതോടുകൂടി ഇത് രണ്ടും ക്യാൻസൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നും മുഹമ്മദിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. മുഹമ്മദിനെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ മുഹമ്മദിനോട് അതിന് തെളിവ് കാണിക്കുക എന്നാവശ്യപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു നിങ്ങളെ വേദത്തിലുണ്ട് തെളിവ് എന്ന് പറഞ്ഞു. ഞങ്ങളെ വേദത്തിൽ എവിടെ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ അതും മുഹമ്മദിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. മുഹമ്മദ് അപ്പോൾ ബബ്ബ അടിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങളെ വേദമൊക്കെ നിങ്ങൾ കേടുവരുത്തിയതുകൊണ്ടാണ് അത് കാണാത്തത് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മുഹമ്മദ് പറയുന്നത് മനസ്സിലാക്കാം, മുഹമ്മദ് ഉത്തരം മുട്ടുമ്പോൾ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ദൈവമാണ് പറയുന്നതെങ്കിൽ ആ ദൈവം ഒന്നുകിൽ ആ ദൈവം കള്ളക്കളി കളിക്കുന്നു, അതല്ലെങ്കിൽ ആ ദൈവത്തിന് യാതൊരു വെളിവുമില്ല. ഇതിലേതാ ശരി? അങ്ങനെ കള്ളക്കളി കളിച്ചുകൊണ്ട് കരുതി കൂട്ടിയാണ് ദൈവം ഇങ്ങനെ മതങ്ങളുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നത് എങ്കിൽ ആ ദൈവം നേരത്തെ പറഞ്ഞതുപോലെ ആ ദൈവം അന്ന് മാത്രമല്ല ഇന്നും പിശാച് തന്നെയല്ലേ, എല്ലാ കാലത്തും ആ ദൈവം പിശാച് തന്നെയല്ലേ, പിശാച് എടുക്കുന്ന പടിയല്ലേ ആ ദൈവം ചെയ്യുന്നത്. ആ ദൈവം ഇങ്ങനെ കരുതിക്കൂട്ടി മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയാണ് മതങ്ങളുണ്ടാക്കിയതെങ്കിൽ ആ ദൈവത്തിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ആരാധിക്കുകയാണോ വേണ്ടത്? അതോ ആ ദൈവത്തെ നമ്മൾ വലിച്ചു ദൂരെ കളഞ്ഞിട്ട് മനുഷ്യരൊന്നാണ് എന്നുള്ള മനുഷ്യൻ്റെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? ഇതൊക്കെയാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരോട് നമുക്ക് ഈ കഥകളൊക്കെ വായിച്ചുകൊണ്ട് ചോദിക്കാനുള്ളത്. ഭിന്നത തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെയും മൂപ്പര് പ്രവാചകന്മാരെ അയക്കുന്നത്. പക്ഷേ മൂപ്പര് ഈ പ്രവാചകന്മാരെ അയക്കൽ കൊണ്ടാണ് ഭിന്നത ഉണ്ടായത്. ഒരൊറ്റ പ്രവാചകനെ അയച്ച് ഒരൊറ്റ കിതാബ് കൊടുത്തയച്ചിട്ട് ആ കിതാബിനെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇവർ പറയുന്ന കഥയനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കിതാബ് കൊടുത്തയക്കുക, ഒരു പ്രവാചകനെ അയക്കുക, എന്നിട്ട് ആ കിതാബിനെ അള്ളാഹു സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു കിതാബ് സംരക്ഷിക്കുമെന്ന് വീമ്പ് പറയുന്നുണ്ടല്ലോ ഖുർആൻ്റെ കാര്യത്തിൽ വീമ്പ് പറയുന്നുണ്ടല്ലോ. എന്തേ മറ്റു കിതാബുകളെ ആരും കേടുവരുത്താതെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയാതിരുന്നത്? അങ്ങനെ ദൈവം ഒരു കിതാബ് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ വേറെ പ്രവാചകന്മാരെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരൊറ്റ പ്രവാചകനെ അയച്ചാൽ മതി. ആദ്യത്തെ മനുഷ്യനെ തന്നെ ഒരു പ്രവാചകനെ അയച്ചിട്ട് അയാളുടെ കയ്യിൽ ഒരു കിതാബും കൊടുത്തയച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ആ കിതാബ് ഫോളോ ചെയ്ത് ജീവിക്കില്ലേ? ഇവിടെ അള്ളാഹു കൊടുത്തയച്ച പ്രവാചകന്മാരും കിതാബുകളുമാണ് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എന്ന് ഇവിടെ തന്നെ പറയുന്നു. എന്നിട്ട് ആ ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേ പണി ചെയ്യുന്നത് എന്നും ഇവിടെ പറയുന്നു. അതിലും വലിയ മണ്ടത്തരം എന്താ ഉള്ളത്? അള്ളാഹു ഈ ഏർപ്പാട് നിർത്തിയാൽ തന്നെ ഭിന്നിപ്പ് കുറയല്ലേ ചെയ്യുക? അത് തന്നെയാണ് വാസ്തവം. ഇന്ന് എന്നല്ല ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ മൂന്ന് സെമിറ്റിക് മതങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് ചത്തു വീണിട്ടുള്ളത്. ഇന്നും അത് തീർന്നിട്ടില്ല. ഇനി മറ്റു മതങ്ങൾ, ക്രിസ്ത്യാനികൾക്കിടയിലും ജൂതന്മാർക്കിടയിലും ഉണ്ടായ ഭിന്നിപ്പ് തീർക്കാനാണ് ഇസ്ലാം മതം വന്നതെങ്കിൽ ആ ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ തന്നെ മുഹമ്മദ് മരിച്ചു വീണ നിമിഷം മുതൽ തുടങ്ങിയിട്ടുള്ള അടി ഇപ്പോഴും തീർന്നിട്ടില്ല. എത്ര ഗ്രൂപ്പാണ്, എത്ര വിഭാഗമായിട്ടാണ് ഈ മുസ്ലിങ്ങൾ പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പള്ളികളിൽ എല്ലാ വെള്ളിയാഴ്ചയും പൊട്ടിത്തെറിക്കുന്നു, പരസ്പരം ബോംബ് വെച്ച് കൊല്ലുന്നു. ഇന്നും ഈ അടിയും പിടിയും ബഹളവും നടക്കുന്നു. അപ്പോൾ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ മതവും കൊണ്ട് പ്രവാചകനെയും കിതാബും കൊടുത്തയച്ച അള്ളാഹു ആ മൂന്നാമത്തെ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ മനുഷ്യർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം അള്ളാഹു കൊടുത്തയച്ച കിതാബിൻ്റെ കോലം അങ്ങനെയാണ്. ആ കിതാബ് വായിച്ചിട്ടാണ് അവർ തമ്മിലടിക്കുന്നത്. അതിൽ പറഞ്ഞത് അങ്ങനെയല്ല എന്നൊരു കൂട്ടർ, അങ്ങനെയല്ല വേറെയാണെന്ന് വേറൊരു കൂട്ടർ. കാരണം മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു കാര്യവും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. അള്ളാഹു എന്തൊക്കെയോ പറഞ്ഞു, അത് അള്ളാഹുക്കും മനസ്സിലായിട്ടില്ല, പറഞ്ഞ നബിക്കും മനസ്സിലായിട്ടില്ല, കേട്ട നാട്ടുകാർക്കും മനസ്സിലായിട്ടില്ല, വ്യാഖ്യാനിക്കാൻ പേനെടുത്ത മുഫസ്സിറുകൾക്കും മനസ്സിലായിട്ടില്ല, ആ കിതാബുകൾ വായിച്ചിട്ട് നോക്കുന്ന ഇന്നത്തെ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അവിടെ അവകാശവാദം? രണ്ട് മതങ്ങൾ ഉണ്ടായി. അത് ഞാൻ കൊടുത്തയച്ച കിതാബിലും ഞാൻ പറഞ്ഞയച്ച പ്രവാചകന്മാരിലും ഭിന്നിപ്പുണ്ടായതാണ്. ആ ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടി ഞാൻ മൂന്നാമത് ഇനി വേറെയും പ്രവാചകനെ അയച്ചിട്ടു. എനിക്കിത് പണ്ടേ പതിവാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമുദായങ്ങളിലേക്കും ഇങ്ങനെ പ്രവാചകനെയും കിതാബും കൊടുത്തയക്കൽ. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഭിന്നിപ്പ് ഉണ്ടാവാൻ കാരണം എന്താണ്? അള്ളാഹു കൊടുത്തയച്ച കിതാബും പ്രവാചകന്മാരും. അള്ളാഹു ഈ പണി നിർത്തിപ്പോയി കിടന്നുറങ്ങിയാൽ തന്നെ മനുഷ്യനോട് സമാധാനമായിട്ട് ജീവിച്ചൂടെ എന്നാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. 214. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നെത്താതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ?
പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്. ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം കന്ദക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് കന്ദക്ക് യുദ്ധത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, പരാജയം നേരിട്ടപ്പോൾ, പ്രകൃതിക്ഷോഭങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ ആ വിഷമങ്ങൾ കണ്ടിട്ട് ചാഞ്ചാട്ടമുണ്ടായ വിശ്വാസികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞതാണ് എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു. അതല്ല, അതിനു മുമ്പത്തെ മക്കയിൽ നിന്നും മദീനയിലെത്തിയതിന് ശേഷം ആദ്യഘട്ടത്തിലുമൊക്കെ നേരിട്ട പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് മുഹമ്മദിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമായിരുന്നു. മുഹമ്മദിനും അനുയായികൾക്കും പരാജയം നേരിടുമ്പോൾ, ദുരന്തങ്ങൾ നേരിടുമ്പോൾ ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി, അപ്പോൾ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടവും സംശയവും ഉണ്ടാകുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ. അള്ളാഹു അവരെ ഇങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷമയോടുകൂടി അതൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ നാളെ രക്ഷ കിട്ടും എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അനുയായികളെ ആശ്വസിപ്പിക്കാനും അവരെ കൂടെ നിർത്താനും ശ്രമിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ഇത് ഉഹുദ് യുദ്ധത്തിലൊക്കെ നമുക്ക് കാണാം. ഉഹുദ് യുദ്ധമൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ കുറേ കാലം ഉണ്ടാതിരുന്നെങ്കിലും അള്ളാഹു പിന്നെ തുരുതുരോ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അള്ളി മലക്കുകളൊക്കെ ഉഹുദ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ സ്ഥലം വിട്ടു, സംഗതി പന്തിയല്ല എന്ന് കണ്ടപ്പോൾ ആ അള്ളാഹു പിന്നീട് കാര്യങ്ങളൊക്കെ ഒരുവിധമായപ്പോൾ ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവരെ കുറ്റം പറയുന്ന കോമഡിയൊക്കെ നമുക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് കാണാം. അതേസമയത്ത് ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പാഞ്ഞു വരികയും യുദ്ധത്തിൽ കിട്ടിയ സ്വത്തെല്ലാം പിടിച്ചെടുക്കാൻ അതിൽ 5-1 എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അത് ഊരിയെക്കാനൊക്കെ അള്ളാഹു ഒപ്പം കൂടുകയും ചെയ്യും. പക്ഷേ തോറ്റ യുദ്ധമാണെങ്കിൽ അള്ളാഹു മലക്കളെയും കൂട്ടിയിട്ട് തടിയെടുക്കും, എന്നിട്ട് പിന്നെ മറ്റവരെ കുറ്റവും പറയും. ഇങ്ങനെയുള്ള എല്ലാ വൃത്തികെട്ട തന്ത്രങ്ങളും മുഹമ്മദ് പ്രയോഗിച്ചിരുന്നു. ആ തന്ത്രങ്ങൾക്കനുസരിച്ച് അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ തോന്നുന്ന യുക്തിയെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഖുർആനിൽ വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും കുത്തി നിറക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെ ഉണ്ട് എന്നൊക്കെ ഇവിടെ വാഗ്ദാനമുണ്ട്. അതൊക്കെ മുഹമ്മദിൻ്റെ മനസ്സിൽ ഉള്ള ആശയങ്ങളാണ്. കാരണം മുഹമ്മദിനറിയാം ഒരു ചെറിയ പ്രതിസന്ധിയെ നേരിട്ട് കഴിഞ്ഞാലും അടുത്ത യുദ്ധത്തിൽ അല്ലെങ്കിൽ അടുത്ത കൊള്ളയിൽ കൂടുതൽ വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷ മുഹമ്മദിനുണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ അടുത്ത അള്ളാഹുവിൻ്റെ സഹായം ഉടനെ തന്നെ ഉണ്ടാവും എന്നിവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സന്ദർഭം. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് ദ ബാറ്റിൽ ഓഫ് ദി ഡിച്ച് വെൻ മുസ്ലിംസ് വെർ stricken with exhaustion, hardship, heat, fear, cold, tightness of living and all kinds of harm. When the messenger of Allah and his companions migrated to Medina, the Muslims lived under extreme duress because they migrated without their wealth and had left their houses and fortunes in the hands of the idolaters, preferring instead the good pleasure of Allah and his messenger. Additionally, the Jews manifested their enmity to the messenger of Allah, and a number of wealthy people were hypocrites in secret. In order to set their minds at rest, Allah revealed. ഇതാണ് സാഹചര്യം. മദീനയിൽ വന്നപ്പോൾ ജൂതന്മാർക്കെതിരെ നേരിടേണ്ടി വന്നു. സ്വന്തം കൂടെ ഉണ്ടായിരുന്നവർ തന്നെ സമ്പന്നരായ ചില ആൾക്കാർ ഹിപ്പോക്രൈറ്റ്സ് ആയിരുന്നു, അതായത് മുനാഫിക്കുകളായിരുന്നു. പിന്നെ മക്കയിൽ നിന്ന് പോന്നപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കവും ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ തന്നെ ചാഞ്ചാട്ടമുണ്ടായി. അപ്പോൾ അവരെ ഈ വിശ്വാസത്തിലും തൻ്റെ ദൗത്യത്തിലും ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഉഡായിപ്പുകൾ പറയേണ്ടതുണ്ട് എന്ന് മുഹമ്മദിന് തോന്നി. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. അതിനപ്പുറത്ത് ഇതിനകത്തൊന്നും ഒരു ദൈവികതയുമില്ല. കാരണം സർവശക്തനായ ഒരു ദൈവത്തിന് ഇത്തരം ഉഡായിപ്പുകൾ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്ഭുതകരമായി തന്നെ തൻ്റെ ആൾക്കാരെ, തന്നിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാ വിജയവും നേടിക്കൊടുത്തുകൊണ്ട്, അതും യുദ്ധവും അക്രമമൊന്നും ഇല്ലാതെ തന്നെ അവരെയൊക്കെ വിശ്വാസികളാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്കും ആ വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവ് ദൈവത്തിനുണ്ടാവണം. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ഗോത്രകാലത്ത് ഒരു മനുഷ്യൻ തൻ്റെ ഗോത്രത്തെ അന്നത്തെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മറ്റു ഗോത്രങ്ങളെ കീഴടക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആക്രമിച്ചും കീഴടക്കിയും ഒരു മതം അല്ലെങ്കിൽ ഒരു ഗോത്രം, ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് ചെയ്തത്. അത് വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യരെല്ലായിടത്തും ചെയ്തു പോന്നിട്ടുള്ള കാര്യമാണ്. അവിടെയൊന്നും ഒരു ദൈവത്തിൻ്റെയും സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. 215
അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടത് എന്ന്. നീ പറയുക, നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു. ഇതാണിപ്പോൾ മുഹമ്മദിന് അറിയാവുന്ന ഏറ്റവും വലിയ നന്മകൾ. എന്തിനാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മുഹമ്മദിൻ്റെ അള്ളാഹു ലോകാവസാനം വരേക്കുള്ള ധാർമ്മിക കിതാബിൽ കൊടുക്കുന്ന ഉത്തരമാണിത്. എത്ര ബാലിശവും അപൂർണവുമാണ്, എത്ര പ്രാകൃതമാണ് ഇത് എന്ന് മുമ്പ് പല സന്ദർഭങ്ങളിലും ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ ഈ ഭിക്ഷക്കാർക്ക് കൊടുക്കുക, അനാഥർക്ക് കൊടുക്കുക, അഗതികൾക്ക് കൊടുക്കുക, പിന്നെ പാപ്പാനിമ്മാനെ സംരക്ഷിക്കുക എന്നൊന്നും പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയും മനുഷ്യൻ്റെ സാമൂഹിക ചിന്തയും ഒക്കെ ഒരുപാട് വികസിച്ചിട്ടുള്ള ഈ ഒരു കാലത്ത് നമ്മൾ ചെലവ് ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല നമ്മൾ ഉത്തരം പറയുക. അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സമൂഹമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം നികുതിയായിട്ടാണ് ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചും വരുമാനം അനുസരിച്ചും ഇന്ന് നൽകുന്നത്. ഓരോ പരിഷ്കൃത രാഷ്ട്ര സമൂഹങ്ങളിലും ഉയർന്ന വരുമാനമുള്ളവർ അവരുടെ വരുമാനത്തിൻ്റെ തന്നെ പകുതിയിലേറെ സംഖ്യ പലതരത്തിലുള്ള നികുതികളായിട്ട് ഗവൺമെൻറ്റിന് നൽകുകയും ഗവൺമെൻറ് ഈ പറഞ്ഞ കൂട്ടരെയൊക്കെ സംരക്ഷിക്കുകയും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും പൊതുകാര്യങ്ങൾക്കുമൊക്കെ ആ പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആധുനിക കാലത്തെ സമ്പദ്ഘടന, രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ മുമ്പിൽ ഈ ഭിക്ഷക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക, വാപ്പാനിമാനും നോക്കുക, അഗതികൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതൊക്കെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെങ്കിലും മനസ്സിലാക്കുക. ഇതൊന്നും ഒരു ദൈവം ലോകാവസാനം വരെയൊക്കെ ഇറക്കിയ കിതാബിൽ പറയേണ്ട കാര്യങ്ങളല്ല. വളരെ അപരിഷ്കൃതമായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള കുറച്ചാളുകൾ മാത്രമുള്ള ഒരു ഗോത്ര സമൂഹത്തിൽ ആ ഗോത്രത്തിലുള്ള ആളുകൾ പരസ്പരം പാലിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇതിനകത്തൊന്നും ഒരു ആനക്കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ ഒരു ദൈവത്തിൻ്റെയും പുസ്തകമല്ല എന്നും ഇതൊരു ഗോത്രകാലത്തെ മനുഷ്യൻ്റെ ബാലിശമായ പരിമിതമായ വികലമായ ചിന്തകൾ മാത്രമാണ് എന്നും നമ്മൾ പറയുന്നത്. ഈ വാക്യത്തിൻ്റെ സബബുൻ നുസൂലായിട്ട് വാഹിദിയിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ വായിക്കാം. അതിലൊരല്പം തമാശയുണ്ട്. ദേ ആസ്ക് യു വാട്ട് ദേ ഷാൽ സ്പെൻഡ്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ഓഫ് Abu Salih ibn Abbas said, this verse was revealed about Amr ibn al-Jumu'ah al-Ansari, who was very old and wealthy. He asked the Prophet, saying, O Messenger of Allah, what should we spend in charity and on whom should we spend it? And so this verse was revealed. And he said, according to the report of Atta, this verse was revealed concerning a man who went to the Prophet and said, I have one gold piece. On whom should I spend it? The Prophet said, spend it on yourself. The man said, I have 2 gold pieces. The Prophet said, spend them on your family. The man said, I have 3 gold pieces. The Prophet said, spend them on your servant. The man said, I have 4 gold pieces. The Prophet said, spend them on your parents. The man said, I have 5 gold pieces. The Prophet said, spend them on your relatives. The man said, I have 6 gold pieces. The Prophet said, spend it in the way of Allah, and this is the best way of spending your money. അപ്പോൾ കുറച്ച് പ്രായമായ ഒരാൾ, അയാളുടെ കയ്യിൽ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് ചോദിച്ചതാണ്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് അതിങ്ങനെ ഒരു കഥ പോലെ പറയുകയാണ്. എൻ്റെ അടുത്ത് ഒരു നാണയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ സ്വന്തം കാര്യത്തിന് ചിലവാക്കുക. എന്നാൽ എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട് അപ്പോഴോ എന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴോ അത് നിൻ്റെ സെർവൻസിന് വേണ്ടി ചിലവാക്കുക. അങ്ങനെ പറഞ്ഞ് അവസാനം 6 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അത് അള്ളാൻ്റെ മാർഗ്ഗത്തിലും ചിലവാക്കുക എന്നാണ്. ഈ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കലാണ് യുദ്ധത്തിന് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാവങ്ങൾക്കും മിസ്കീനുകൾക്കും വഴിപോക്കർക്കും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞത് അള്ളാൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വെളിപാട് വേർഷനാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച ഖുർആനിലെ വാക്യം എന്ന് പറയുന്നത്, 215-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു പടച്ചോൻ്റെ ഒടുക്കത്തെ പ്രവാചകനും ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇമ്മിണി വലിയ ആനക്കാര്യം.
216 യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇനിയാണ് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ദൂതൻ്റെയും തനി നിറം പുറത്തേക്ക് വരുന്നത്. മദീനയിലെത്തിയ മുഹമ്മദ് ആദ്യത്തെ 1-2 വർഷം മാനസികമായി കൂടെയുള്ളവരെ അക്രമത്തിനും കൊള്ളയ്ക്കും പരുവപ്പെടുത്താനുള്ള മസ്തിഷ്ക പ്രക്ഷാളനമാണ് ഈ വെളിപാടുകളിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതുപോലും 100% വിജയകരമായില്ല എന്നതിൻ്റെ തെളിവുകൾ വരുന്നുണ്ട്. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും അക്രമത്തിനും കൊള്ളയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല. മുഹമ്മദ് ആദ്യം നടത്തിയ കൊള്ളശ്രമങ്ങൾ പരാജയപ്പെട്ട കഥയൊക്കെ നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് വലിയൊരു സംഘത്തെ സംഘടിപ്പിച്ചിട്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ വഴിയിൽ കാത്തിരുന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നതാണ് ബദർ യുദ്ധത്തിൽ കലാശിച്ച സംഭവം. അങ്ങനെ പുറപ്പെടുമ്പോൾ കൂടെ പോകുന്ന ആ കൂട്ടത്തിൽ തന്നെ പലർക്കും അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരു കുറ്റവും ചെയ്യാത്ത അവരെ കച്ചവട സംഘത്തെ പോയി കൊള്ളയടിക്കുന്നതും ആക്രമിക്കുന്നതും ശരിയല്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ മുഹമ്മദിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ മുഹമ്മദ് അന്നേരം വെളിപാടുകൾ ഇറക്കി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. സഅദ് ഇബ്നു അബൂ വക്കാസിനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ പോലും ആദ്യകാലത്ത് ഈ അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും എതിരായിരുന്നു എന്നാണ് ചില ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെയും അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. ബദർ യുദ്ധം നടക്കാൻ പോകുന്ന ആ ആദ്യത്തെ കൊള്ളശ്രമത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയായിരുന്ന അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും കച്ചവട സംഘം അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ മുഹമ്മദ് ഇനി 4 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ആ 4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ മുഹമ്മദ് വെറുതെ ഇരുന്നില്ല. മുഹമ്മദിൻ്റെ കുറച്ച് അനുയായികളെ മുഹമ്മദ് വേറെ പല സ്ഥലത്തേക്കും കൊള്ളയടിക്കാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ നടന്ന ആദ്യത്തെ ഫലപ്രദമായി നടന്ന ഒരു കൊള്ളയായിരുന്നു നഖ്ല കൊള്ള. അതിൻ്റെയൊക്കെ ചരിത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ നഖ്ല കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് എന്നാണ് ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. ചില വ്യാഖ്യാനങ്ങളിൽ അതിനു മുമ്പ് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിന് നേരെ പുറപ്പെടുന്ന സമയത്ത് തന്നെ ചില ആളുകൾ അതിനെ എതിർത്തിരുന്നു എന്നും അപ്പോഴാണ് ഇതിറങ്ങിയത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ മുഹമ്മദ് എത്ര മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയാലും ശരി, അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പോയി ആക്രമിക്കുന്നതിന് ഇവർ പലരും എതിരായിരുന്നു. ജൂതന്മാരെ ആക്രമിക്കുന്നത് അൻസാറുകളിൽ തന്നെ വലിയൊരു വിഭാഗം എതിരായിരുന്നു. അതിൻ്റെ പേരിൽ അവരെല്ലാം മുനാഫിക്കുകൾ എന്ന് പറഞ്ഞ് അള്ളാഹു നിരന്തരമായിട്ട് ചീത്ത വിളിക്കുന്നതും ഈ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പം മുഹമ്മദ് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അനാവശ്യമായി മറ്റുള്ളവരെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും മറ്റുള്ളവരെ കൊല്ലാനും പോകുന്നതിനോട് അന്നത്തെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ അറബികൾക്ക് പോലും പൂർണ്ണ സമ്മതമുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ മുഹമ്മദ് ഈ അള്ളാഹു എന്ന് പറയുന്ന ആ ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ആയത്തുകൾ ഇറക്കിക്കൊണ്ട് അവരെ അതിന് സന്നദ്ധരാക്കുകയും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നന്മകളെ പോലും ചോർത്തിക്കളയുകയുമാണ് ചെയ്തിരുന്നത്. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം മക്കയിൽ എന്താണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം, ബലപ്രയോഗമില്ല, അവരവരുടെ പാട്ടിന് പോട്ടെ, അള്ളാഹുവാണ് അവരെ പേപ്പിച്ചിട്ടുള്ളത്, അതൊക്കെ അള്ളാഹു നോക്കിക്കോളും, നമുക്കതിനുള്ള യാതൊരു ബാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനാധിപത്യപരമായ മാർഗം അവലംബിച്ചുകൊണ്ട് ഈ 13 കൊല്ലക്കാലം അവിടെ പ്രബോധനം നടത്തിയ മുഹമ്മദ് മദീനയിലെത്തി ഉടനെ തന്നെ ആ നിലപാടൊക്കെ മാറ്റിയിട്ട് ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും അക്രമത്തിന് പുറപ്പെടുമ്പോൾ യുദ്ധമിതാ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തിറക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു ദൈവത്തിന് വല്ല ആവശ്യമുണ്ടോ സ്വന്തം അനുയായികളായിട്ടുള്ള ഈ മനുഷ്യരെ പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യിക്കേണ്ടത്? തൊട്ട് മുകളിൽ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ ഭിന്നിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനെയും കിതാബും കൊടുത്തയച്ചു എന്ന്. ഇത് പ്രവാചകനും കിതാബും അല്ലല്ലോ ഇവിടെ ഭിന്നിപ്പ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ വാളാണല്ലോ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വാളുകൊണ്ടാണല്ലോ ഇവിടെ മറ്റുള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് യുദ്ധത്തിന് ഞാൻ ഇതാ നിർബന്ധ നിയമം നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആയത്തിറക്കിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അതാകട്ടെ നിങ്ങളിൽ ചിലർക്ക് അനിഷ്ടകരമാകുന്നു, എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം.
അപ്പോൾ ഇയാളുടെ മനസ്സിലെന്താണ്? യുദ്ധത്തിലൂടെ, അക്രമത്തിലൂടെ, കൊള്ളയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പറയുന്നത്. നിങ്ങൾ നല്ലതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം. കാരണം നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമാധാനം കൊണ്ട് നിങ്ങൾക്ക് തിന്നാൻ കിട്ടൂല. കാരണം ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ഈ 2 വർഷത്തോളമായിട്ട് മദീനയിലെത്തിയ മുഹമ്മദിന് അഭയം നൽകിയവർക്കൊക്കെ സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഉള്ള സമ്പത്തും ഉള്ള ഏർപ്പാടൊക്കെ ഒഴിവാക്കിയിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. എന്നിട്ട് മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ പരിമിതമായ വരുമാനം പങ്കുവെച്ചുകൊണ്ടാണ് ഇവരെ തീറ്റിപ്പോറ്റിയിരുന്നത്. അങ്ങനെ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ഒരു സമയത്താണ് അതിന് പരിഹാരമായിട്ട് സ്വത്തുണ്ടാക്കാൻ, അതല്ലെങ്കിൽ വരുമാനമുണ്ടാക്കാൻ ഉപജീവന മാർഗമായിട്ടാണ് മുഹമ്മദ് ഈ വാളെടുത്തിട്ടുള്ള ഈ കലാപരിപാടി തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിക്കുക, ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് ഉത്തമ മാതൃകയായിട്ട് ഒരു ദൈവം അവസാനത്തെ ദൂതനായിട്ട് പറഞ്ഞയച്ച ഒരു വ്യക്തി ലോകത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരാശിയുടെ മുമ്പിൽ ഏറ്റവും മാതൃകാപരമായ ഉപജീവന മാർഗമായിട്ട്, തൊഴിലായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന തൊഴിലെന്താണ്? കൃഷിയാണോ? കച്ചവടമാണോ? വ്യവസായമാണോ? പണിയെടുക്കലാണോ? ഒന്നുമല്ല. ആരാൻ്റെ സ്വത്തുക്കൾ പോയിട്ട് കൊള്ളയടിച്ച് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു തൊഴിലിനാണ് ഈ പ്രവാചകൻ്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് അള്ളാഹുവും മനുഷ്യരാശിക്ക് മാതൃക കാണിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ മതമാണോ പിശാചിൻ്റെ മതമാണോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. മുഹമ്മദ് ഉത്തമ മാതൃകയാണെന്നാണ് ഈ ഖുർആനിൽ പറയുന്നത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉത്തമ മാതൃകയായ ഒരാൾ ഏറ്റവും ഉത്തമമായ ഉപജീവന മാർഗത്തിനാണ് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിക്കേണ്ടത്. ഇത് ഉത്തമമായ മാതൃകയാണ്, ഒരു ഉപജീവന മാർഗം എന്ന നിലക്ക് മറ്റുള്ളവരെ കൊള്ളയടിക്കലും ആക്രമിക്കലും എന്ന് ലോകത്ത് തലക്ക് വെളിവുള്ള നേരും നെറിയുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഒരു ദൈവത്തിൻ്റെ വെളിപാടെങ്കിൽ ആ ദൈവത്തിനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ 4 വർത്തമാനം ഞാൻ പറയും, 4 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. എന്താ അടുപ്പിലെ ദൈവമാണോ താൻ എന്ന് മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും. കാരണം ഈ മാതിരി തെമ്മാടിത്തങ്ങളൊക്കെയാണ് ഒരു ദൈവം മനുഷ്യനോട് പറയുക. മനുഷ്യർക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച ഒരു ചങ്ങാതിയെ കൊണ്ട് കാണിക്കേണ്ട മാതൃക ഇതൊക്കെയാണോ? കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയാനുള്ളത്. അടുത്ത വാക്യം ഇതിൻ്റെ തുടർച്ചയാണ്. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അതിൻ്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെടുന്ന പക്ഷം അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിത്തീരുന്നതാണ്. അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ച നഖലയിൽ നടത്തിയ ആദ്യത്തെ കൊള്ള. മക്കയിലേക്ക് തായിഫിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ കച്ചവട സംഘത്തെ പുണ്യമാസത്തിൻ്റെ അവസരം മുതലാക്കിക്കൊണ്ട് കടുത്ത ചതി പ്രയോഗിച്ചുകൊണ്ട് കടന്നാക്രമിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും അവരിൽ ഒരാളെ കൊല്ലുകയും ബാക്കി 2 പേരെ തടവുകാരായി പിടിക്കുകയും 2-3 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്ത ആ നഖല കൊള്ള എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണ് ഈ വാക്യം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടും വിശദമായി ഇതിൻ്റെ സബബുൻ നുസൂല് ചരിത്രമായി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടും ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേ വാക്യത്തിൻ്റെ പശ്ചാത്തലമായി വന്നിട്ടുള്ള ചരിത്രവും ഹദീസും അതിൻ്റെ സബബുൻ നുസൂലുമൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം.